സംസ്ഥാനത്തെ വാഹനാപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ തുടർച്ചയായി നിയമലംഘനമുണ്ടായാൽ കടുത്ത നടപടി സ്വീകരിക്കാൻ ഗതാഗത വകുപ്പ്. ഡ്രൈവർമാർക്ക് പരിശീലനം നൽകും. നിയമലംഘകരുടെ പട്ടിക തയ്യാറാക്കണമെന്നും നിർദ്ദേശം. RTOമാർക്ക് ഗതാഗത കമ്മീഷണറാണ് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേർന്നു. ശാലിനി, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു ദുരന്തത്തിന് ശേഷം നടപടിയെടുക്കൽ അതിനുവേണ്ടിയുള്ള നെട്ടോട്ടമാണ്. ഇതിപ്പോൾ കുറച്ച് പോസിറ്റീവായ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ തുടർച്ചയായി നിയമലംഘനം ഉണ്ടായാൽ കടുത്ത നടപടി സ്വീകരിക്കും. വകുപ്പ് ഗതാഗത വകുപ്പിൻ്റെ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകും. നിയമലംഘകരുടെ പട്ടിക തയ്യാറാക്കും. നല്ല ആലോചനകളാണ്. അതിനി തീരുമാനങ്ങളായി നടപ്പിലാക്കി കണ്ടാൽ മതി. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരു അപകടം വന്നതിന് ശേഷം മാത്രം അതിന്മേൽ നടപടികൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇനിയൊരു അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള തുടർ നീക്കങ്ങൾ നടത്തുക. ഇത് സ്വാഭാവികമായും വളരെ കുറച്ച് നാളുകളായി നാട്ടിൽ നടക്കുന്നതാണ്. സമാനമായി തന്നെയാണ് പാലക്കാട് 4 വിദ്യാർത്ഥികളുടെ ദുരന്തം സംഭവിച്ച സാഹചര്യത്തിൽ വാഹനാപകടങ്ങൾ കൂടുന്നതിൽ നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ RTOമാർക്ക് ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ തുടർച്ചയായി നിയമലംഘനങ്ങൾ ഉണ്ടായാലും ഒപ്പം തന്നെ തുടർച്ചയായി നിയമലംഘനങ്ങൾ ഉണ്ടാക്കുന്നവർ ആരാണ് എന്നും കണ്ടെത്തി അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനം നൽകാൻ, പ്രത്യേകിച്ച് പെട്ടെന്നൊരു സ്ഥലമാറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സ്ഥലത്തെ എത്തി അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ആ മേഖലയിലൂടെയുള്ള ഡ്രൈവിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകാൻ വേണ്ടി KSRTCയിൽ അടക്കം ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനം നൽകാനാണ് ഇപ്പോൾ ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ തീരുമാനമായി എപ്പോൾ നടപ്പിലാകുമെന്നൊരു ചോദ്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തിട്ടുള്ളത്. ഇതിനോട് ഏത് തരത്തിലായിരിക്കും ഗതാഗത മന്ത്രി അടക്കമുള്ളവർ ഇനി പ്രതികരിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് KSRTC വാഹനങ്ങൾ തുടർച്ചയായ അപകടങ്ങളിൽ പെടുന്നു. ഒപ്പം തന്നെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാക്കി നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ നിയമലംഘകരുടെ പട്ടിക കൂടി തയ്യാറാക്കാനാണ് ഇപ്പോൾ ഗതാഗത കമ്മീഷണർ RTOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ. നിരന്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്ന വാഹനങ്ങൾ, അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തിയായിരിക്കും പ്രത്യേക പരിശീലനം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ RTOമാർക്ക് നൽകിയിട്ടുള്ള ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുന്ന സാഹചര്യം, മഴയടക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡുകളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ വാഹനങ്ങൾ ഓടിച്ച് അപകടങ്ങൾ വരുത്തിവെക്കുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി കൃത്യമായ നടപടികളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ ഗതാഗത വകുപ്പും ഗതാഗത കമ്മീഷണറും തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ആ തീരുമാനം എത്രത്തോളം പ്രാവർത്തികമാക്കി സാധ്യമാക്കും, അതുമായി ബന്ധപ്പെട്ട് ഉത്തരവടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ശരി, സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ തുടർച്ചയായി നിയമലംഘനം ഉണ്ടായാൽ കടുത്ത നടപടി സ്വീകരിക്കാൻ ഗതാഗത വകുപ്പിൻ്റെ നീക്കം. ഗതാഗത കമ്മീഷണർ ഇത് സംബന്ധിച്ച് ചില ആലോചനകൾ തയ്യാറാക്കുന്നു. അതൊക്കെ നടപ്പിലാക്കണം എത്രയും പെട്ടെന്ന് എന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.